ഞാൻ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടക്കനതാ എന്നെ നോക്കണതിന്? കാരണം നീ അത്രയ്ക്ക് മെനകെട്ടവനായതുകൊണ്ട്. எனக்கு ரொம்ப பயமா இருக்கு. എന്തിനി? அம்மா ரொம்ப அனுகிரகம் கிடைச்சவா, அதனால ஒரு பயம். പാറുവേ, എന്തോന്ന് പാർവേന്ന് നീട്ടു വിളിക്കുന്നേ? യേശുവേന്ന് വിളിച്ചു. എന്റെ പേരെല്ലാം വിളിച്ചാൽ പിടിച്ചിടിക്കും ഞാൻ. அம்மா, എന്റെ പാടൂരപ്പാ. ചേച്ചി ചെവിയൊക്കെ ഇപ്പൊ ഇളകി പോകും തോന്നട്ടോ. എനിക്കും തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് അനുഗ്രഹം കിട്ടാറുണ്ടോ? അമ്മൂമ്മേനെ ആരെങ്കിലും കുറ്റം പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അനുഗ്രഹമൊക്കെ കയറി വരും. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വേഷം കെട്ടിലൊക്കെ ഉള്ളതാ. ഞാനിങ്ങ് കുടുപ്പളത്തേക്ക് പോട്ടെ. എന്തിന്? എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എന്തോ ഒരു പേടി പോലെ. നോക്കിയേ, ആ കണ്ണു തുറന്നുള്ള ഇരിപ്പ് കണ്ടിട്ട് എന്നെ ആദ്യമാവുന്നു. മഷിനോട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉരിയാടാം. ആരാ ഭരണി പൊട്ടിച്ചെന്ന് സത്യം പറയാം. മഷിനോട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ ഭരണി പൊട്ടിച്ചത് ആരാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പോക്ക. അമ്മ, ആരാത്? എടാ, അപ്പൊ നിനക്ക് കുഴപ്പം വരില്ല. എന്ത്? നിന്റെ ജീവിതം എന്നേ പോയതാ. ഞാൻ പറ്റപ്പറ്റില്ല. അമ്മ, ഇനി വിളിച്ചിട്ട് കാര്യമില്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, പിള്ളേർക്ക് ഒരു 2 ദിവസത്തെ സമയം കൊടുക്ക്. ആരാണെങ്കിലും പൊട്ടിച്ചത് പറയൂ അവര്. ഈ എടുത്തു ചാടി ഇത്രയും വലിയ തീരുമാനമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഒരു നിമിഷം പോലും കൊടുക്കില്ല. സത്യം പറയാനുള്ള അവസരമൊക്കെ കഴിഞ്ഞു. പാറുവേ, മര്യാദക്ക് പറഞ്ഞ, അല്ലെങ്കിൽ കളി കാര്യമാവും കേട്ടോ. ഇത് തന്നെ എനിക്ക് ചേച്ചിയെടുത്ത് പറയാനുള്ളത്. ആ, എന്നാ പിന്നെ എല്ലാരും അനുഭവിക്കും. ആരും പറയണ്ട. മഷിനോട്ടം ആരംഭിക്കാം.